15 വർഷമായി കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പറ്റാത്ത മുംബൈയെ ഇളക്കിമറിച്ച ഒരു മോഷണ കേസ്. അതിന്റെ പിന്നിലെ രഹസ്യം തേടിയിറങ്ങിയ ACPയെ വെള്ളം കുടിപ്പിച്ച അവസാനം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റോടുകൂടി നല്ല എൻഗേജിംഗ് ആയിട്ട് കഥ പറഞ്ഞ ഏറ്റവും പുതിയ ഒരു അടിപൊളി ഹിന്ദി ത്രില്ലർ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഥയുടെ പേര് സിക്കന്ദർ കാ മുക്കന്ദർ. അപ്പോൾ ഇതിലും അടിപൊളി കഥകൾ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കാനായിട്ട് നിങ്ങൾ ആകെ ചെയ്തു തരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. കഥ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തിൽ ഏതോ ഒരാള് വല്ലാതെ പേടിച്ച് വരച്ചിട്ട് കയ്യിലൊരു നോട്ടുമായിട്ട് എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട്സ് എക്സിബിഷൻ മുംബൈയിൽ നടക്കുകയാണ്. പല സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ ശേഷമാണ് ഓരോരുത്തർ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോഴാണ് ആ ഒരു എക്സിബിഷൻ കൺട്രോൾ ചെയ്യുന്ന SI രമേശില്ലേ, അതേ കൂട്ടത്തില് ചില മഫ്തിയിലുള്ള പോലീസുകാരുണ്ട്. അപ്പോൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. കാരണം ഓരോരുത്തരെ തറവായിട്ട് ചെക്ക് ചെയ്യാന്. കാരണം അത്രത്തോളം വിലമതിക്കുന്ന ഡയമണ്ട്സ് അല്ല അവിടെ ഉള്ളത്. ഏതെങ്കിലും മിസ്സായാലോ മിസ്റ്റേക്ക് സംഭവിച്ചാലോ SIയുടെ തലയിരിക്കും. എന്നാല് ആ ഒരു ഫംഗ്ഷനില് ഡയമണ്ട്സ് ഒക്കെ രണ്ടാളുകളെ അറേഞ്ച് ചെയ്ത് വെക്കുന്നില്ല. ഈ കഥയിലെ തമനയുടെ പേര് കമലി എന്നാണ്, കൂടെയുള്ളത് മങ്കേഷ്. അപ്പോൾ അങ്ങേര് ചോദിക്കുന്നുണ്ട്, അല്ല എല്ലാ ഡയമണ്ട്സും വന്നിട്ടില്ലല്ലോ, അത് ട്രാഫിക്കില് കുടുങ്ങിയതേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ മറ്റൊരു ക്ലീൻ ഷേവിനെ കാണുന്നത്. ഇങ്ങേര് തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള സിക്കന്ദർ. അപ്പോൾ ആ ഒരു എക്സിബിഷന്റെ കമ്പ്യൂട്ടർ സർവീസ് ചെയ്യാൻ വന്നതാണ്. അതേ സമയത്ത് കഥയുടെ ആരംഭത്തില് ഏതോ ഒരാള് വല്ലാതെ പേടിച്ച് ഓടുന്നിട്ടിരുന്നില്ലേ, ആൾ എന്തോ കാര്യം ഇൻഫോം ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവിടുന്ന് ഒരു ബെഗറുടെ കയ്യിൽ നിന്ന് കോയിന് വാങ്ങിയിട്ട് കോയിൻ ബോക്സിൽ നിന്ന് നേരെ എക്സിബിഷൻ നടക്കുന്ന ആ ഒരു ബിൽഡിംഗിലേക്ക് കോൾ ചെയ്തിട്ട് കയ്യിലെ ലെറ്ററിൽ എഴുതിയ പോലെ ഇപ്പൊ തന്നെ അവിടെ ഒരു വലിയ റോബറി നടക്കാൻ പോണ്. അപ്പോൾ ഉടനെ തന്നെ SI ഇൻഫോം ചെയ്ത് അങ്ങേർക്ക് ഫോൺ കൊടുക്കുക. അതുപോലെ തന്നെ SI ഇൻഫോം ചെയ്യാണ്. അങ്ങേര് ഫോൺ പിക്ക് ചെയ്തപ്പോൾ ഫോൺ വിളിക്കുന്ന അജ്ഞാതം പറയുന്നുണ്ട്, സാറേ 4 ആളുകൾ ആ ബിൽഡിംഗിലെ റോബറിക്ക് കയറിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ AK-47 അതുപോലെ ടിയർ ഗ്യാസും ഫേക്ക് ആയിട്ടുള്ള ഓൾ ഏരിയ ചെക്ക് ചെയ്യാനുള്ള വിസിറ്റിംഗ് കാർഡും ഉണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ, നീ ആരാ, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അതിനൊന്നും അയാൾ മറുത്ത് പറയുന്നില്ല. ആ ലെറ്ററിൽ എഴുതി അങ്ങനെ വായിക്കുകയാണ്. 2 ദിവസം മുമ്പ് സാറേ വെപ്പൺസും ടിയർ ഗ്യാസൊക്കെ ഓൾറെഡി ആ ബിൽഡിംഗിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ബിൽഡിംഗിലേക്ക് കയറിയിട്ടുള്ള 4 ആളുകളുടെ പേരും ഡീറ്റെയിൽസും പറയുമ്പോൾ ആ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളർ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ പോലെ 4 ആളുകൾ ഓൾറെഡി ബിൽഡിംഗിന്റെ ഉള്ളിൽ കയറിയതായിട്ട് കമ്പ്യൂട്ടറിൽ കാണിക്കുന്നുണ്ട്. സാറേ 5 മിനിറ്റില് വലിയ റോബറി നടക്കാൻ പോവാണ്, സാറിന് പറ്റുകയാണെങ്കിൽ തടുത്തോ. അതും പറഞ്ഞ് അയാൾ ഫോൺ കട്ടിയാണ്. അപ്പോൾ SI അസിസ്റ്റന്റിനോട് ഫോൺ എവിടുന്ന വിളിച്ച്, സാർ ഒരു അമ്പലത്തിന്റെ അരികിലുള്ള കോയിൻ ബൂത്തിൽ നിന്ന് ഓൾറെഡി അങ്ങോട്ടേക്ക് പോലീസിനെ അയച്ചിട്ടുണ്ട്. നമ്മുടെ SI CCTVയിലൂടെ ആ ഒരു റോബോസിനെ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് എല്ലാ ക്യാമറയും ഷട്ട് ഡൗൺ ആവാണ്. ഉടനെ തന്നെ ആ ഹോൾ മുഴുവനായിട്ട് എവാക്യുവേറ്റ് ചെയ്യാനും ആരും പുറത്തു പോകാതെ ലോക്ക് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ ആ എക്സിബിഷൻ കാണാൻ വന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും 2 ഭാഗത്തേക്കായിട്ട് മാറ്റുമ്പോൾ ആ 4 കള്ളന്മാര് രക്ഷപ്പെടാൻ നോക്കാണ്. എന്നാൽ അതിനുള്ളിൽ പോലീസുകാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. വെടി ശബ്ദം കേട്ടപ്പോൾ ജനങ്ങൾ മുഴുവൻ വല്ലാതെ പാനിക് ആവുന്നുണ്ട്. എന്നാൽ ആ റോബേഴ്സ് പോലീസിനെതിരെയും ഷൂട്ട് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവരുടെ കയ്യിൽ AK-47 അല്ലേ, പോലീസിന്റെ കയ്യിൽ സാധാ കണ്ണു. എന്നാൽ എങ്ങനെയൊക്കെയോ ആ 4 കള്ളന്മാരെയും ഷൂട്ട് ചെയ്ത് നമ്മുടെ SIയും ടീമും തീർക്കാണ്. ഓൾറെഡി എക്സിബിഷൻ വന്നിട്ടുണ്ടായിരുന്ന പൊതുജനങ്ങളും ആ എക്സിബിഷൻ കണ്ടിട്ട് ചെയ്യുന്ന ആർക്കും തന്നെ അവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു റോബറി കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഇവരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസിന് ചിലപ്പോൾ സംശയം ഉണ്ടാവും. അങ്ങനെ നിലവിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ബോഡി അവിടുന്ന് നീക്കം ചെയ്യാണ്. പ്രശ്നമൊക്കെ തീർന്നുകൊണ്ട് തന്നെ ആ ജനങ്ങളോട് തിരിച്ച് എക്സിബിഷൻ ഹാളിലേക്ക് വരാൻ പറയാണ്. അങ്ങനെ അവർ വരുമ്പോഴാണ് നമ്മുടെ കാമലിയിലെ ആ ഒരു കൗണ്ടറിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന 5 എക്സ്പെൻസീവ് ഡയമണ്ട് ആരോ അടിച്ച് മാറ്റിട്ട് പോയത് നോട്ടിയാണ്. ഉടനെ ഇൻസ്പെക്ടറിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സിബിഷന്റെ എല്ലാ എക്സിറ്റുകളും ലോക്ക് ചെയ്യാൻ പറയാണ്. കാമലിയോട് ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് ആരുടെങ്കിലും മേലെ സംശയമുണ്ടോ? ഇല്ല സാറേ, നിങ്ങളല്ലേ ഞങ്ങളോട് ഇവിടുന്ന് വേഗം മാറാൻ പറഞ്ഞ്. പോകുന്ന സമയത്ത് ആ 5 ഡയമണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇൻസ്പെക്ടർ പേടിച്ച് വരണ്ട് പലരും ഓടിയപ്പോ ചിലപ്പോൾ തട്ടിയുടെ വീണിട്ടുണ്ടാവും. അപ്പോഴാണ് അവിടെ കൂടിയിട്ടുള്ള ആളുകൾ പറയുന്നത്, സാറേ നിങ്ങൾ തന്നെ ഞങ്ങളേക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പുറത്തു വിട്ടൂടെ, കുറേയധികം ജോലിയുള്ളതാ, അതൊന്നും എന്റെ ഉത്തരവാദിത്തമല്ല, അതിന്റെ ടീം വരുന്നുണ്ട്, അവർ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. അങ്ങനെ ഡിറ്റക്ഷൻ ടീം വരികയാണ്. ഈ ടീമിന്റെ ഹെഡിന്റെ പേരാണ് ACP ജസ്വീന്ദർ. എന്താ SI ശരിക്കും പ്രശ്നം? 4 റോബേഴ്സ് എക്സിബിഷനിൽ കയറിയത് സാറേ, അവരെ ഞങ്ങൾ തീർത്തിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾ പാനിക്കായ സമയത്ത് ഒരു 5 ഡയമണ്ട്സ് കളവ് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇൻഫോം ചെയ്ത ആളൊരു പിച്ചക്കാരൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു ടീം പോയിട്ടുണ്ട്. ACPയോട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സാറേ എനിക്ക് സംശയം ആ കാമിലിയെയും കൂടെയുള്ള മങ്കേഷിനെയാണ്. കാരണം അവസാനം അവരാണ് ഈ ഹാളിൽ നിന്ന് പുറത്തു പോയത്. ആ സമയത്ത് അവരടിച്ചു മാറ്റിയിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഈ എക്സിബിഷൻ നമ്മുടെ ഹോം മിനിസ്റ്ററിന്റെ ഫ്രണ്ടാണ് നടത്തുന്നത്. ഡയമണ്ട്സ് പിടിച്ചു കൊടുത്താൽ ACP എനിക്ക് ഉറപ്പായിട്ടും അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ അവരെ ചോദ്യം ചെയ്തപ്പോൾ ACPക്ക് സംശയം തോന്നില്ല. കാരണം അവര് ഇതിനു മുൻപും ഡയമണ്ട്സ് മാത്രം വെക്കുന്ന ജ്വല്ലറിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാളിലേക്ക് മാത്രം പോയിന്റ് ചെയ്തിട്ടുള്ള എല്ലാ CCTVയുടെ വിഷ്വൽസും കളക്ട് ചെയ്യാൻ പറയാണ്. അതുപോലെ അവിടെ കൂടിയ ജനങ്ങളോട് മുഴുവനായിട്ട് റോബറി അറ്റംപ്റ്റ് നടക്കുന്നതിന് മുൻപ് അവർ ഓരോരുത്തരും എവിടേക്കായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ പോയി നിൽക്കാൻ പറയാണ്. അതുപോലെ SIയോട് പുറത്തത്തെ CCTV വിഷ്വൽ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഡയമണ്ട്സ്
ഡയമണ്ട്സ് ആർക്കാണ് പെട്ടെന്ന് കയ്യിലാക്കാൻ പറ്റുക. അങ്ങനെ കുറച്ച് ആളുകളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകളോട് മുഴുവൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ട് അവിടുന്ന് പോയിക്കോളാൻ പറയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ ACPയുടെ അസിസ്റ്റന്റ് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ സിക്കന്ദർ വിളിപ്പിക്കുകയാണ്. അല്ല, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? സാറേ, ഞാനാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ റെഡി ആയി കൊടുക്കുന്നത്. ഞാനൊരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനാണ്. ഓഹോ, അല്ല, ഈ ബിൽഡിങ്ങിലുള്ള CCTV എവിടെയൊക്കെയാണെന്ന് നിനക്കറിയോ? അതെനിക്ക് അറിയില്ല സാറേ. കമ്പ്യൂട്ടർ ടെക്നീഷ്യനായിട്ട് അതുപോലും അറിയില്ല സാറേ. ഞാൻ കമ്പ്യൂട്ടറിന്റെ വർക്കാൻ നോക്കുന്നത്, അല്ലാതെ CCTVയുടെ അല്ല. ഞാനത് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അസിസ്റ്റന്റ് കലിപ്പായിട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. അഡ്രസ്സും കൊടുത്തിട്ട് തൽക്കാലം പോയിക്കോ. അങ്ങനെ അടുത്ത ആളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ സിക്കന്ദർ അറിയാതെ അവൻ ഇടിച്ചു പോവാണ്. അപ്പൊ ACPക്ക് ഡൗട്ട് തോന്നിട്ട്, നീ അവിടെ നിൽക്ക്, നീ എന്താ വല്ലാതെ ടെൻഷനായിട്ട് ഇത്ര തിരക്ക് പിടിച്ചു പോകുന്നത്? പ്രായമായിട്ടുള്ള ആളെ തട്ടിയിട്ടൊക്കെ. സാറേ, അങ്ങനെ തിരക്ക് പിടിച്ചിട്ടല്ല. എന്റെ വീട്ടില് അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അമ്മയ്ക്ക് സുഖമില്ല. ഞാൻ വീട്ടിലെ തന്നെ ടൈമും കഴിഞ്ഞു, അതുകൊണ്ടാ. ആഹാ, അതേല്ലേ. എന്നൊരു കാര്യം ചെയ്യും, ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നീ എവിടേക്കായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്? ഒന്ന് ആദ്യം മുതൽ പറ. സാറേ, ഞാനാദ്യം ഫസ്റ്റ് കൗണ്ടറിലുണ്ടായിരുന്നു. അവിടുത്തെ കമ്പ്യൂട്ടർ റെഡിയാക്കി അടുത്ത കൗണ്ടറിലേക്ക് വന്നപ്പോഴാണ് റോബോട്ട്സ് വന്നിട്ട് പോലീസ് എമർജൻസി അലാറം അടിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വേഗം മാറിപ്പോയിരുന്നു. ആഹാ, ആ അലാറം അടിക്കുന്ന സമയത്ത് നീ എക്സാക്ട് എവിടെ നിന്നിട്ടുണ്ടായിരുന്നേ? അങ്ങനെ ഒരു ഏരിയ കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട്, നീ അതിന് അവിടെയല്ല നിന്ന്, ഞാനല്ല ഇവിടെ നിന്ന്, നീ ഇപ്പുറത്തിൽ നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ACP, ആഹാ സിക്കന്ദറെ, എനിക്ക് കമലയും മങ്കേഷിനെയും മുൻപ് അറിയോ? അറിയില്ല സാറേ, ഞാൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ റെഡിയാക്കാനല്ലോ വന്നേ. ഇവര് നീ ഇൻവൈറ്റ് ചെയ്തിട്ടല്ലേ നീ വന്നേ, പിന്നെ എങ്ങനെയാണ് നിനക്ക് അവരെ അറിയാതിരിക്കുക? അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്, ഇവനെ ശരിക്കൊന്ന് ചെക്ക്. അങ്ങനെ കമലയോടും മങ്കേഷിനോടും, നിങ്ങൾക്ക് അവനെ അറിയില്ല, അവന്റെ പേരെന്താ? സാറേ, അവനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പേരൊന്നും അറിയില്ല. ഡയമണ്ട് മിസ്സായത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞ്? റോബേഴ്സിനെ പിടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഡയമണ്ട് ഉണ്ടായിരുന്ന ബോക്സ് തകർന്നു കിടക്കുന്ന കണ്ടേ. ആഹാ, അതിലുണ്ടായിരുന്ന ആ ഡയമണ്ട്സിന് എത്ര വില വരും? എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോഴാണ് മങ്കേഷ് പറയുന്നത്, സാറേ, ഒരു 50-60 കോടി വരും. അത് കേട്ടപ്പോൾ ACP ഷോക്കായിട്ട് ഹയർ ഓഫീസർ വിളിച്ചിട്ട്, സാർ, ഇതൊരു ചെറിയ കേസാന്ന് കരുതിയിട്ട് 60 കോടിയുടെ ഡയമണ്ടാ മിസ്സായിട്ടില്ല. അതിന്റെ വാല്യൂ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് നിന്നെ ഹോം മിനിസ്റ്റർ ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്ത് അങ്ങോട്ട് അയച്ചേ. ആ കേസ് തെളിയിച്ചാല് നിനക്ക് ഉറപ്പായിട്ടും ഉയർന്ന പദവിയും നല്ലൊരു പാരിതോഷികം കിട്ടും. ഇതുവരെ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഇല്ല സാറേ, അവരെങ്ങനെ ഉള്ളിലേക്ക് വന്നത്? അവർക്ക് എവിടുന്ന വെപ്പൺസ് കിട്ടിയത്? എങ്ങനെയാ ഉള്ളിലെത്തിച്ചത്? ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ കേസ് തെളിയിച്ചേക്കാം. അപ്പൊ അസിസ്റ്റന്റ് സിക്കന്ദറിനെ ചെക്ക് ചെയ്തിട്ട്, സാറേ, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ സിക്കന്ദർ, സാറേ, എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത, ഞാൻ വീട്ടിലേക്ക് വിളിച്ചൊന്ന് ഇൻഫോം ചെയ്യണോ, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമോ? ഫോൺ വിളിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിലേക്ക് വിളിക്കുമ്പോൾ, അമ്മ ഇപ്പോഴാ നിന്നെ ചോദിച്ചിട്ട് പോയത്, ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ഒന്ന് പറഞ്ഞേക്കണേ. ഫോൺ കട്ട് ചെയ്തപ്പോൾ ACP ഫോൺ വാങ്ങിയിട്ട് വീണ്ടും വിളിച്ചിട്ട്, നിങ്ങൾക്ക് എങ്ങനെ സിക്കന്ദറിനെ അറിയാം? സാറേ, അവനും അവന്റെ അമ്മയും എന്റെ വീട്ടിലെ വാടക വെക്കുന്നത്, അമ്മയ്ക്ക് സുഖമില്ലാത്ത. എന്നാലും ACPക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അപ്പോൾ സിക്കന്ദറോടും കാമിലോടും മങ്കേഷിനോടും, നിങ്ങൾ മൂന്നില് ഒരാളാണ് ആ വൈരം അടിച്ചു മാറ്റിയെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സത്യം കൂടെ പറയുകയാണെങ്കിൽ സമാധാനത്തിൽ വിട്ടു പോവാം, അല്ലെങ്കിൽ കോടതി, പോലീസ് സ്റ്റേഷൻ, ലൈഫ് എന്ന് അരകായിരിക്കും. അപ്പൊ മങ്കേഷ്, സാറേ, കഴിഞ്ഞ 32 വർഷമായിട്ട് ഇതേ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഓണർ വിളിച്ച് ചോദിച്ചോ. അപ്പൊ ACP കമലോട്, നീ എത്ര നാളായി? സാറേ, ഞാൻ 3 മാസമായിട്ടുള്ളൂ. പക്ഷെ ഞാനല്ല, എനിക്ക് ഒരു കുഞ്ഞു മോനുള്ളതാ. എന്റെ മോന്റെ ജീവിതം ഞാൻ തകർക്കോ? അല്ല സിക്കന്ദറെ, നിനക്ക് ഇവരെ രണ്ടുപേരും എത്ര നാളുതൽ അറിയാം? സാറേ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവരെ അറിയില്ല. ഇവരുടെ ഓഫീസിൽ നിന്ന് എൻക്വയറി വന്നപ്പോ ഞാനായിട്ട് പോയതാ. പക്ഷെ ഇവരെ ഞാൻ ശരിക്കും നോട്ട് പോലും ചെയ്തിട്ടില്ല. എന്റെ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലാത്ത. അപ്പൊ ACP, നീ അവിടെ നിൽക്ക്, നിനക്ക് എന്നെ കുറിച്ച് അറിയോ? ഇതുവരെ ഡിറ്റക്ഷൻ ടീമിൽ വർക്ക് ചെയ്തിട്ട് ഒരു കേസ് പോലും ഞാൻ സോൾവ് ചെയ്തിരുന്നിട്ടില്ല. കാരണം സൈക്കോളജി പരമായിട്ട് എന്റെ കണക്കൂട്ടിൽ ആപ്റ്റ് ആയിരിക്കും. നിന്നെ കണ്ടാലറിയാം, നല്ലവനെ പോലെ നീ അഭിനയിക്കുകയാണ്, പക്ഷെ നീ റിയൽ പക്ക ഫ്രോഡാണ്. അതുപോലെ എന്റെ കണക്കൂട്ടിൽ നിങ്ങൾ 3 പേരും ചേർന്നിട്ടായിരിക്കാം ഒന്നുകിൽ അത് കട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 2 ആൾ ചേർന്നിട്ട്, അതല്ലെങ്കിൽ ഒറ്റൊരാൾ പ്ലാൻ ചെയ്തിട്ട്. എന്നാലും സിക്കന്ദർ, സാറേ, എന്നെ ചെക്ക് ചെയ്തതല്ലേ, ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും, ഞാനല്ല. അങ്ങനെ അസിസ്റ്റന്റിനോട് 3 സസ്പെക്ടിന്റെ പേരെഴുത്. സസ്പെക്ട് നമ്പർ 1 മങ്കേഷ്, നമ്പർ 2 കാമിലി, നമ്പർ 3 സിക്കന്ദർ. ഇവരെവിടെയും പോകുന്നില്ല, സ്റ്റേഷനിലേക്ക് കൂട്ടിട്ടു. അങ്ങനെ അവരെ സെല്ലിൽ അടക്കിയാണ്. അപ്പൊ സിക്കന്ദർ, അല്ല, ഇനി എന്താ സംഭവിക്കുക? എന്താന്ന് കണ്ടറിയണം. കഴിഞ്ഞ 32 വർഷം എന്റെ മുതലാളി മരിക്കുന്നവരെയും അതിനുശേഷം ആ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവസ്ഥ എന്നല്ലാതെ എന്ത് പറയാനാ? എന്നാലും കാമിലി എന്തിനാ നുണ പറഞ്ഞേ? അപ്പൊ സിക്കന്ദർ, അവൾ എന്ത് നുണ പറഞ്ഞു? 3 മാസേ ജോലി ചെയ്തിട്ടുള്ളൂ. അവൾ കുറച്ചു നാൾ മുമ്പ് ഒരു 4 വർഷം നമ്മുടെ കമ്പനിയിൽ തുടർച്ചയായിട്ട് ജോലി ചെയ്തതാ. പിന്നെ ഇപ്പൊ ഒരു 3 മാസം മുമ്പ് വന്ന് ജോയിൻ ചെയ്തു. അപ്പോ സിക്കന്ദറിനെ എന്തോ പന്തികേട് മണക്കുന്നുണ്ട്. അപ്പോഴാണ് കോൺസ്റ്റബിൾ വന്നിട്ട് സിക്കന്ദറിനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യാനായിട്ട് ഒരു സെല്ലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അസിസ്റ്റന്റില്ലേ കയ്യിൽ വടി പിടിച്ച് നിൽക്കുകയാണ്. ഇത്ര നേരം വായ കൊണ്ട് ചോദിച്ചപ്പോൾ നിനക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി സ്റ്റിക്ക് ചോദിക്കുമ്പോൾ നീ പറയുമല്ലോ നോക്കാലോ. അങ്ങനെ സിക്കന്ദറിനെ പഞ്ഞിക്കിടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ACP വന്നിട്ട്, വെറുതെ അവനെ പേടിപ്പിക്കല്ലേ, നിന്നെ നാളെ റിമാൻഡ് ചെയ്യും. അതിനുള്ളിൽ പറയാനുള്ളത് പറഞ്ഞു, പിന്നെ സമയം തന്നിട്ടില്ല എന്ന് പറയരുത്. അപ്പൊ സിക്കന്ദർ, ഇങ്ങനെ ഉപദ്രവിച്ചിട്ടാണോ സാറേ 100% കേസ് തെളിയിച്ച പോലീസായിട്ട് സാറ് മാറിയേ? അതായിട്ട് കലിപ്പായപ്പോ ACP അവന്റെ കരണത്തടിക്കുന്നുണ്ട്. സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാറിന് അത് മനസ്സിലാവുന്ന എന്റെ മുമ്പിൽ വന്ന് കണ്ണു നോക്കിയിട്ട് എന്നോട് സാറ് സോറ് ചോദിക്കുന്നത് ഇപ്പൊ സത്യം ചെയ്യും. എന്നാൽ ACPക്ക് ഉറപ്പായതുകൊണ്ട് അവിടുന്ന് ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകണം. അങ്ങനെ 15 വർഷത്തിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ ACPക്ക് ആ ഒരു കേസ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു സ്ട്രെസ്സിൽ നല്ല കൂടിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഹയർ ഓഫീസർ വിളിപ്പിക്കുന്നത്.
പോയി നോക്കുമ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് നിനക്ക് സസ്പെൻഷൻ ആയിരുന്നില്ലേ? അപ്പോൾ കുടിച്ചു നടക്കാൻ നല്ല ലൈസൻസ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ടെർമിനേഷൻ ലെറ്റർ ആണത്. ഇനി ലൈഫ് ലോങ് നീ കുടിച്ച് നിന്റെ ഇഷ്ടത്തിന് നടന്നോ? അപ്പോൾ ACP ആയിക്കോട്ടെ സാറേ. അല്ല ഇനി എന്താ പരിപാടി? സാറേ 4 പ്രാവശ്യം പ്രസിഡന്റ് കയ്യിൽ നിന്ന് ഞാൻ മെഡൽ വാങ്ങിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഏറ്റവും സ്റ്റാർ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കും. ACP അതൊക്കെ 15 വർഷം മുമ്പല്ലേ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ താൻ ഒന്നുമല്ല. അല്ലാതെ മെന്റലി തകർന്നിട്ട് നമ്മുടെ ACP അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് തന്റെ വണ്ടിയിൽ കയറുമ്പോൾ കോൺസ്റ്റബിള് സാറേ ഡ്യൂട്ടിയിലല്ലാത്തതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റില്ല, അങ്ങേരോട് സോറി ചോദിച്ചിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് ഫാമിലി കോർട്ടിലേക്കാണ്. അതായത് ACPയുടെ ഭാര്യയിലെ ഡൈവേഴ്സിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജഡ്ജ് നിങ്ങൾ രണ്ടുപേരും റെഡിയല്ലേ? എന്നാൽ ACPക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ഭാര്യയാണെങ്കിൽ കടുപ്പിച്ച് സമ്മതം പറയാണ്. അപ്പോൾ അങ്ങേർക്കും മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ACP സമ്മതിക്കുകയാണ്. എന്നിട്ട് തന്റെ ഭാര്യയോട് നമ്മുടെ ഇടയിൽ ഇത്രത്തോളം പിള്ളേർ എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നില്ല. കരിയറിൽ ഞാൻ കുറച്ച് താഴത്തേക്ക് വന്നത് കാര്യം സത്യം. എന്താണെന്ന് അറിയുന്നില്ല, എന്റെ കണ്ണുകൾ എന്തെങ്കിലും നിറയുന്നത്. നമ്മൾ പണ്ടൊരിക്കൽ യാത്ര പോയത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഭാര്യ കൗസല്യാണെങ്കിൽ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. പിന്നെ നമ്മളെ വീടിന്റെ ഇൻസ്റ്റാൾമെന്റ് കാര്യം അറിയാലോ, ഒരു 3 അട കൂടെ ഉണ്ട്, അതങ്ങ് തീർത്തേക്ക്. അപ്പോൾ ഹെൽത്ത് ഒന്ന് കെയർ ചെയ്യുന്നു പറഞ്ഞിട്ട് ആ വീടിന്റെ ചാവി വാങ്ങിയിട്ട് ഭാര്യ അവിടെ നിന്ന് പോവാണ്. പിന്നെ ACP വേറെ എങ്ങോട്ടേക്കും പോയിട്ടുണ്ടാവുക, നേരെ ഒരു ബാറിലേക്ക് പോവാണ്. അങ്ങനെ നല്ല ടൈറ്റ് ആയിരിക്കുമ്പോൾ മാനേജർ വന്നിട്ട് അല്ല സാറേ ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്യണമായിരുന്നു. അതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാന്ന്. നിങ്ങൾക്ക് കർമ്മയിൽ വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല സാറേ. എന്നെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് അഭിപ്രായം? പറഞ്ഞാൽ സാറ് ദേഷ്യം വരുമെന്ന് അറിയില്ല. ഇവിടെ 2 നല്ല ജോലിക്കാരുണ്ടായിരുന്നു. എന്നാലും സാറ് 2-3 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അവരോടൊന്ന് പോയത്. അതിനുശേഷം എൻ്റെ അവസ്ഥ കുറച്ച് മോശം. അപ്പോഴാണ് ACPക്ക് തൻ്റെ ഒരു ഇൻഫോമർ വിളിക്കുന്നത്. സാറേ ആ സിക്കന്ദറിന്റെ അബുദാബി കോൺട്രാക്ട് ഇന്ന് തീരാൻ പോകണം. അവൻ നേരെ ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നെ സാറിന്റെ ജോലി പോയതായിട്ട് ഞാൻ കേട്ടല്ലോ. കഴിഞ്ഞ 3 മാസത്തെ എൻ്റെ പൈസ പെൻഡിങ് ആണ്. അപ്പോൾ ACP ജോലി പോയ സ്ഥിതിക്ക് ആ പൈസ കിട്ടാക്കടത്തിൽ എഴുതിക്കോ, എപ്പോഴെങ്കിലും പറ്റുമ്പോൾ തരാം. ഒരു കാര്യം ചെയ്യ്, നീ ആ സിക്കന്ദറിന്റെ നമ്പർ എനിക്ക് അയക്കേ. അപ്പോഴാണ് നമ്മൾ സിക്കന്ദറെ കാണുന്നത്. സിക്കന്ദർ കോൾ വരുന്നുണ്ട്. ആരാ ഇത്? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഞാനാ ACP. അങ്ങനെയുടെ പേര് കേട്ടപ്പോൾ പണ്ട് ആ ഒരു ഡയമണ്ട് കേസിൽ വല്ലാതെ ഉപദ്രവിച്ച കാര്യം സിക്കന്ദറിന് ഓർമ്മ വരികയാണ്. അല്ല സാറ് തന്നെ വിളിച്ച് ഒരു സന്തോഷ വാർത്ത പറയാനാ. എന്റെ ജോലി ഇന്ന് പോയി, എന്റെ ഭാര്യയും എന്നിട്ടിട്ട് പോയി. അപ്പൊ സിക്കന്ദർ അല്ല സാർ ഇതെന്തിനാ എന്നോട് പറയുന്നത്? അതായത് എന്റെ കണക്കുകളൊക്കെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്, എന്നാലും നിന്റെ കണക്ക് അതെപ്പോഴും ബാക്കിയാ. ആ കേസിൽ ഞാൻ നിന്നെ സംശയിച്ചപ്പോൾ നീ ഒരു കാര്യം പറഞ്ഞില്ലേ സാറേ, ഒരു നാൾ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലാവും, അന്നെന്റെ മുമ്പിൽ സോറി പറയണമെന്ന്. അപ്പോൾ നീ പറഞ്ഞ പോലെ എന്റെ ഭാഗം തെറ്റായിരുന്നു. ആ ഒരു ഡയമണ്ട്സ് അത് നീയല്ല കട്ടെടുത്ത്. അപ്പോൾ നിന്നോട് സോറി ചോദിക്കാനാ ഞാൻ വിളിച്ചേ. ഐ എം സോറി. അപ്പൊ സിക്കന്ദർ സാർ ഒരു കാര്യം മറന്നുപോയല്ലോ. ശരിക്കും സാറ് നോർത്തോക്ക്. എന്ത് മറന്നു? നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാകുമ്പോൾ എന്റെ നേരെ മുമ്പിൽ ഒരാണായിട്ട് വന്നിട്ട് കണ്ണു നോക്കിയിട്ട് സോറി പറയണം. അപ്പോൾ ACP ആയിക്കോട്ടെ, എന്റെ അഡ്രസ്സ് ഞാൻ തന്നേക്കാം, നാളെ എന്നെ ഒന്ന് കാണും. സിക്കന്ദറിന് വല്ലാതെ സന്തോഷമാകുന്നുണ്ട്. അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞു പോകണം. അങ്ങനെ ഒരു ചെയറിൽ വന്നിരിക്കുമ്പോൾ സിക്കന്ദറിന്റെ തൊട്ടരികില് ഇൻഫോമർ ഇരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അല്ല ബ്രോ എന്താ പറ്റി, എന്തിനാ കരയുന്നേ? 15 വർഷമായിട്ട് മനസ്സിലെ തീ ഇന്നാണ് ഒന്ന് കെട്ടടങ്ങി. അപ്പോഴാണ് 15 വർഷങ്ങൾക്ക് മുൻപ് സിക്കന്ദറും കമലിയും മങ്കേഷും ജയിലിലായിരുന്നില്ലേ? അതിനുശേഷം അവർക്ക് എന്താണ് സംഭവിച്ചത്? ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അങ്ങനെ അവരോട് ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വക്കീലാരുമില്ലേ? ഇല്ല സാറേ, ഞങ്ങൾ എന്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ ഗവൺമെന്റ് വക്കീല് ആ ഒരു കേസ് എടുക്കുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, സാർ ഇവരുടെ മേലെ 3 ഫേക്ക് ആയിട്ടുള്ള FIR ആണ് ചേർത്തിട്ടുള്ളത്. ജസ്വന്തരാണ് CCTV ഡിസ്കണക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ജസ്വന്തര ഹാളിലായിരുന്നു. പിന്നെ എങ്ങനെ അവന് ചെയ്യാൻ പറ്റുക? ബാക്കി എല്ലാവരും അതുപോലെ തന്നെ ആ ഒരു ഹാളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ FIR എഴുതിയിട്ട് ഇവരെ വെറുതെ വിടണം. എന്നാൽ മറുഭാഗത്ത് വക്കീൽ പറയുന്നുണ്ട്, സാറ് ഇവര് 3 പേരിൽ ആരോ അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് ആ ഒരു വൈരം വിഴുങ്ങിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചെക്ക് ചെയ്താലേ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഗവൺമെന്റ് വക്കീല് സാർ ഇങ്ങനെ പറയുന്ന പോലെ ഒരാൾക്ക് വൈരം വിഴുങ്ങാൻ പറ്റില്ല, അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഒരു മരണപ്പെട്ടു പോകും. അപ്പോൾ എതിർഭാഗം വക്കീല് സാർ ഇതിനു മുൻപ് ഒരു കേസിൽ ഇതുപോലെ അക്യൂസ്ഡ് ഡയമണ്ട് വിഴുങ്ങിയിട്ടുണ്ട്, ഒരു 14 ദിവസത്തേക്ക് റിമാൻഡ് വേണം. അതൊക്കെ റെയർ കേസാ സാറേ. ജഡ്ജാണെങ്കിൽ 7 ദിവസം അവരെ ചോദ്യം ചെയ്യാനായിട്ട് ടൈം കൊടുക്കുകയാണ്. അങ്ങനെ അവരെ 3 പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വയറ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ആരുടെയും വയറ്റിൽ ആ ഡയമണ്ട് ഇല്ല. അപ്പോഴാണ് ആദ്യം ആ ഒരു റോബറി നടന്നപ്പോൾ ഒരു അജ്ഞാതനല്ലേ പോലീസിനെ വിളിച്ച് പറഞ്ഞത്, സാറേ ഇങ്ങനെ ഒരു കളവ് നടക്കാൻ പോകുന്നുണ്ടെന്ന്. അങ്ങനെ ആ ഒരു അജ്ഞാതനെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ACP അല്ല 2-3 ദിവസമായിട്ട് എല്ലാ TV ചാനലിലും മീഡിയയിലും ഇതുപോലെ കളവ് നടന്ന കാര്യവും അതിന്റെ പിന്നിൽ പോലീസ് ഉണ്ടെന്നും നീ അറിഞ്ഞതല്ലേ? എന്നിട്ടെന്താ സ്റ്റേഷനിലേക്ക് നേരിട്ടൊന്ന് വരാൻ തനിക്ക് തോന്നാത്ത? അത് സാറേ ഞാൻ ജംഗ്ഷഡ്പൂരിലായിരുന്നു. അവിടെ എന്ത് പരിപാടി? എന്റെ മൂത്ത ചേച്ചിയുടെ മകളുടെ കല്യാണം നടക്കുമായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെയാണ് കാര്യം അറിയുന്നതും നേരിട്ട് ഇങ്ങോട്ട് വന്നതും. അപ്പോൾ ACP എല്ലാ കാര്യവും സത്യം തുറന്നു പറഞ്ഞോളണം, അല്ലെങ്കിൽ ഇതിന്റെ മുഖം അടിച്ച് പരത്തിക്കളയും. സാറേ ഞാനെന്തിനാ നുണ പറയുന്നത്? അന്ന് സാധാരണത്തെ പോലെ തന്നെ എന്റെ മകളുടെ സ്കൂളിലേക്ക് വിടാനേ അവൾ പോകുന്ന ഓട്ടോയിൽ കയറ്റി വിട്ടതാണ്. അപ്പോഴാണ് എന്റെ ഫോണിൽ ഒരു കോൾ വരുന്നത്. അല്ല ഏട്ടാ, ഓട്ടോയിൽ മോളെ കയറ്റി വിട്ടു. ആ ഓട്ടോ സാധാരണ താൻ വിളിക്കുന്ന ഓട്ടോയാണോ നോക്കിയോ, ഡ്രൈവറും ആരും നോക്കിയോ? അപ്പോൾ ആ ഒരു അജ്ഞാതനില്ലേ, ഇങ്ങനെയുടെ പേര് രാജ് എന്നാണ്, ആ ഓട്ടോയുടെ പിന്നാലെ പായുന്നുണ്ട്. അതിനുള്ളിൽ ആ ഓട്ടോ കൺമുമ്പിൽ നിന്ന് ദൂരെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് രാജിനെ വിളിച്ചാൻ പറയുന്നത്, വെറുതെ ടെൻഷൻ അടിക്കണ്ട, നിന്റെ മോൾ ഒരു പരിക്കുമില്ലാതെ വീട്ടിലെത്തിക്കോളും. എന്നാൽ അതിനെനിക്ക് ചില കാര്യങ്ങൾ നീ ചെയ്തു തരണല്ലോ. ഞാൻ എന്താ ചെയ്യണ്ടേ? തന്റെ പോക്കറ്റിലൊരു ലെറ്റർ ഉണ്ട്, ആ ലെറ്ററിലുള്ള നമ്പറിലേക്ക് വിളിക്കുക. ആ ലെറ്ററിൽ എന്താണ് എഴുതിയത് ആ ഡയലോഗ് അങ്ങനെ വായിക്കുക. സാറേ എന്റെ മകൾക്ക് വേണ്ടിയിട്ടാ ഞാനെന്നാണ് വിളിച്ചു പറഞ്ഞു. ആ ഒരു ലെറ്റർ ഇവിടെ, ആ ഒരു ലെറ്റർ ചെക്ക് ചെയ്യാൻ അസിസ്റ്റന്റ് കയ്യിൽ ACP ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവർ അറസ്റ്റ് ചെയ്ത 3 ആളുകളെയും
തനിക്ക് പരിചയം നോക്കാൻ പറയാണ്. എന്നാൽ രാജു നോക്കിയിട്ടും അങ്ങേര് പറയുന്നത് സാറേ എനിക്ക് ഇവരെ മുമ്പ് പരിചയമൊന്നുമില്ല, ആദ്യമായിട്ട് കാണുക. അങ്ങനെ അടുത്ത സീനില് ഒരു ലേഡി പോലീസ് നമ്മുടെ കാമലയെ ഉറങ്ങാൻ വിടാതെ സത്യങ്ങൾ തുറന്നു പറയാൻ പറയുന്നുണ്ട്. അവള് കരഞ്ഞുകൊണ്ട് മേഡം ഞാൻ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ നുണയും പറഞ്ഞതല്ല, സത്യമാണ്, ഒന്ന് വിശ്വസിക്കേ, വെറുതെ വിട്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് സിക്കന്ദറെ കെട്ടിയിട്ടിട്ട് ഒരു വലിയ ലാത്തി വെച്ച് വല്ലാതെ അടിക്കുകയാണ്. അങ്ങനെ വീണ്ടും കോടതിയിലെ വാദത്തിനെത്തിയപ്പോൾ എതിർഭാഗം വക്കീല് ജഡ്ജിനോട് ഒരു 7 ദിവസം കൂടി റിമാൻഡ് ചോദിക്കുകയാണ്. എന്നാൽ ഗവൺമെന്റ് വക്കീലാണെങ്കിൽ ഓൾറെഡി അനുവദിച്ച 7 ദിവസത്തിൽ ഇവർക്ക് ഒരു തെളിവ് പോലും കണ്ടെത്താൻ പറ്റില്ല, അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കണം സാറേ. അപ്പോൾ ജഡ്ജാണെങ്കിൽ ACP നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ എനിക്ക് ഉറപ്പാ ഇവരിൽ ആരോ ആണ് ആ ഡയമണ്ട് എടുത്തത്, ഒന്നുകിൽ ഇവര് വേറെ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഇവരെവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജഡ്ജാണെങ്കിൽ നിങ്ങൾ പറയുന്ന തിയറി ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു എവിഡൻസ് കണ്ടുപിടിക്കാനും പറ്റില്ല, അവർക്ക് ജാമ്യം കൊടുത്തേ മതിയാവും. അങ്ങനെ അവരെ 3 പേർക്കും കോടതി ജാമ്യം വിധിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ACP ഒരു കേസിൽ തോൽക്കുന്നത്. അങ്ങർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ സിക്കന്ദറിന് അമ്മ മരുന്ന് വെക്കാൻ വരികയാണ്. അപ്പൊ സിക്കന്ദർ ഇനിയും എത്ര നാൾ മരുന്ന് വെക്കേണ്ടി വരും, ആ പോലീസുകാർ ഇനിയും കൊണ്ടുപോയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴാണ് അങ്ങോട്ടൊരു പെൺകുട്ടി വരുന്നത്. ഇവളുടെ പേരാണ് പ്രിയ. ഈ ഒരു പ്രിയ ആരെന്ന് വെച്ചാല് നമ്മുടെ സിക്കന്ദറിന് പരിചയമുള്ള ഒരു നഴ്സാണ്. അപ്പൊ സിക്കന്ദർ കഴിഞ്ഞ ദിവസം പോലീസ് വയറ്റിൽ ഡയമണ്ട് ഉണ്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ വെച്ച് നീ ഒന്ന് സംസാരിക്കാതെ നന്നായി, സംസാരിച്ചിരുന്നെങ്കിലേ പോലീസ് നിനക്കും ഈ റോബറിയില് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തേനെ. അപ്പൊ പറയാ വെറുതെ ഒരാൾ അറസ്റ്റ് ചെയ്യോ? ACP നിനക്ക് അറിയാട്ടാ, അയാൾ ഇതുവരെ ഒരു കേസിലും തോറ്റിട്ടില്ല, ആ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് കളിയിലും കളിച്ചത്. അപ്പോൾ പ്രിയയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല പ്രിയ നിന്നെ ഒരു പയ്യൻ കാണാമെന്ന് പറഞ്ഞിട്ട് അടുത്ത് കല്യാണം ഉണ്ടോ? അപ്പൊ പ്രിയ ഉണ്ടമ്മേ, നിങ്ങളുടെ മോനെ നോക്കുന്ന കരുതിയിട്ട് അവനെന്തോ തീരെ താല്പര്യമില്ല, അപ്പോൾ എന്റെ കാര്യം ഞാൻ നോക്കണ്ടേ. അങ്ങനെ സിക്കന്ദറിന്റെ അമ്മയ്ക്ക് മരുന്നും കൊടുത്തിട്ട് പ്രിയ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം തന്റെ കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി സ്റ്റോപ്പ് ചെയ്യാണ്. അല്ല ഉള്ളിപ്പോൾ പാസിന്റെ കയ്യിലുണ്ട്, ആ പാസ്സൊക്കെ ക്യാൻസൽ ചെയ്ത സാറേ, ജയിലിൽ പോയി വന്നതല്ലേ, എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്, അതൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു വാങ്ങിക്കോ. അങ്ങനെ മറ്റൊരു ഷോപ്പിൽ ജോലി ചോദിക്കുമ്പോൾ നിനക്ക് ജോലി വന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ കയറാനാ, അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ ഓണർ വീട്ടിൽ വന്നിട്ട് 3 മാസമായി വാടക തന്നിട്ട് കുറച്ച് ദിവസം കൂടി ഞാൻ നോക്കും, പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ വീട് നോക്കിയോ. സിക്കന്ദർ അങ്ങോട്ട് കെഞ്ചി നോക്കുന്നുണ്ട്. അതേ സമയത്ത് അവരെ 3 പേരെ രക്ഷപ്പെടുത്തിയ വക്കീലില്ലേ, അങ്ങേർക്ക് നമ്മുടെ കമലയും അതുപോലെ മങ്കേഷും കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. എന്നാൽ സിക്കന്ദറിനോട് ഷെയർ വയ്ക്കുമ്പോൾ കുറച്ച് നാളൊന്നും ക്ഷമിക്കോ, എന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. അത് കണ്ടപ്പോൾ കമലിക്ക് സങ്കടം തോന്നിയിട്ട് അല്ല സിക്കന്ദർ എന്റെ കയ്യിൽ നിങ്ങൾ പൈസ തന്നിരുന്നില്ലേ, അത് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ആ ഒരു വക്കീലല്ലേ ആ പൈസയുമായിട്ട് പോവാണ്. എന്നാലും സിക്കന്ദർ ഞാനിന് പൈസ എടുത്ത് തന്നിട്ടില്ലല്ലോ. അതായത് സിക്കന്ദറിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് കമൽ ഹെൽപ്പ് ചെയ്യായിരുന്നു, അതുകൊണ്ടാണ് അവളുടെ പൈസ തന്നെ സിക്കന്ദർ തന്നെയെന്ന് പറഞ്ഞിട്ട് ആ ഒരു വക്കീലും കൊടുത്ത് പ്രശ്നം ഒഴിവാക്കി. അങ്ങനെ ഒരു ചായ കുടിക്കുമ്പോൾ സിക്കന്ദർ ആ പൈസ ഞാൻ വേഗം തന്നേക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ സിക്കന്ദർ അല്ല നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? എന്റെ ഒരു വയസ്സുള്ള ഒരു മോനും അതുപോലെ അനിയത്തിയും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ല, അങ്ങനെ എക്സ് ഹസ്ബൻഡാണ്, വേറൊരിടത്ത് കിട്ടിയപ്പോൾ അയാളെന്നെ വിട്ടുപോയതാണ്. അപ്പൊ കമലി അല്ല നിങ്ങളുടെ വീട്ടിൽ? എന്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് സിക്കന്ദർ പറയുന്നത് എനിക്കൊരു കാര്യം അറിയോ, അന്ന് ആ ഒരു എക്സിബിഷനെ ഞാൻ വരാനേ കരുതിയതല്ല, എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു, എന്നാലും പോകുന്നതിന് മുൻപ് ഞാൻ സെറ്റ് ചെയ്ത സിസ്റ്റത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഒന്ന് വെറുതെ നോക്കിയിട്ട് പോകുന്ന കരുതിയതാ. അപ്പോൾ വിധി എന്ന് പറഞ്ഞാൽ മതി, ലൈഫ് ഇങ്ങനെ തേഞ്ഞു പോകുന്ന അവസ്ഥയിലാവാൻ. അപ്പൊ കമലി പോസിറ്റീവായിട്ട് ചിന്തിക്ക്, ചിലപ്പോൾ വിധി വേറെ എന്തെങ്കിലും നല്ലത് കണ്ടിട്ടുണ്ടെങ്കിലോ. അപ്പോൾ കാമലിയുടെ ക്യാരക്ടറില്ലേ നമ്മുടെ സിക്കന്ദറിന് ചെറുതായിട്ട് ഇഷ്ടം തുടങ്ങാണ്. കാമലിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പതിയെ സിക്കന്ദർ ഒരു ജോലി തേടി പിടിക്കുകയാണ്. അവരുടെ 2 പേരുടെ ഇടയിൽ ആ ഒരു പ്രണയം വളരുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് പെട്ടെന്ന് വീട്ടിലെ ആള് തടിച്ചുകൂടി കാണുന്നത്. നോക്കുമ്പോൾ സിക്കന്ദറിന്റെ അമ്മയില്ലേ അസുഖം കൂടിയിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അമ്മയുടെ വേർപാട് സിക്കന്ദറിന് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു വീട്ടിൽ ഓർമ്മകൾ ഹോണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ വീടും കാലിയാക്കി നേരെ കാമലിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അവരുടെ 2 പേരുടെയും രജിസ്റ്റർ മാരേജ് നടക്കുകയാണ്. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ സിക്കന്ദർ ഒരു കൂട്ടുകാരനുണ്ട്, അവനാണ് ഹെൽപ്പ് ചെയ്തത്. അതിനുശേഷമാണ് ഗൾഫിലൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സിക്കന്ദറിന് ജോലി കിട്ടുന്നതും. അങ്ങനെ പ്രസന്റിലെ 15 വർഷത്തെ ജോലി കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് സിക്കന്ദർ വരികയാണ്. സിക്കന്ദറിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് തന്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ വല്ലാതെ കുടുങ്ങിയ സമയത്ത് സിക്കന്ദർ നീ തന്ന പൈസ കൊണ്ടാ എനിക്ക് പിടിച്ചിക്കാൻ പറ്റും, ഞാൻ കുടുങ്ങിയ സമയത്തൊക്കെ നീ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, പിന്നെ ഇതൊക്കെ വലിയ കാര്യമാണോ. അങ്ങനെ ഡ്രൈവറോട് വണ്ടി മറ്റൊരു ഭാഗത്തേക്ക് വിടാൻ പറയുമ്പോൾ വീട്ടിലേക്ക് പോകാതെ എങ്ങോട്ടാ, വീട്ടിലെത്തുന്നതിന് മുൻപ് 15 വർഷത്തെ ഒരു കണക്ക് തീർക്കാനുണ്ട്. അങ്ങനെ ഫ്രണ്ടിനോട് നീ ഒരു കാര്യം ചെയ്, കാമിലോട് പറ 1 മണിക്കൂർ ഞാൻ വരാന്ന്. അങ്ങനെ സിക്കന്ദർ നേരെ പോകുന്നത് നമ്മുടെ ACP ജശ്വീന്ദറിനെ കാണാനാണ്. എന്നാൽ ACP ആണെങ്കിൽ നല്ലോണം അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ACP നിന്റെ ജീവിതം ഞാൻ തകർത്തുവെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ? പിന്നെ വിശ്വസിക്കാതെ? അപ്പോൾ ACP എന്റെ ഊഹങ്ങൾ തെറ്റിപ്പോയി, അതില് എന്റെയും നിന്റെയും ജീവിതം നരക തുല്യമായല്ലേ? പിന്നെ സിക്കന്ദറെ ഞാൻ നിന്നോട് എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ സോറി ചോദിക്കുന്നതിൽ അർത്ഥമില്ലാതാവും. അതെന്താ സാറേ, എനിക്ക് ഓൾറെഡി അറിയാലോ, നിങ്ങൾ കാരണല്ലേ എന്റെ ജോലി പോയത്, എന്റെ സമാധാനം പോയത്, ഈ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാതെ വിദേശത്തേക്ക് വരേണ്ടി വന്നത്. 15 വർഷമായിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാത്തത് പോലും പലരും എന്നെ എങ്ങനെ കാണുന്നുള്ള ഭയത്തില.
അതൊക്കെ നിങ്ങൾ കാരണല്ലേ. അപ്പോൾ ACP നീ പറഞ്ഞതൊന്നുമല്ല, നിനക്ക് പലതും അറിയില്ല. ഒരു കാര്യം ചെയ്യ് സിക്കന്ദർ, നിനക്ക് 15 വർഷങ്ങൾക്ക് മുൻപ് ശരിക്കും എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്നുള്ളത് ഓർത്ത് പറ. എന്നിട്ട് നീ മറന്നു പോയതോ അല്ലെങ്കിൽ നിനക്ക് സംഭവിച്ച പല കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അങ്ങനെ 15 വർഷത്തിന് ശേഷം ജാമ്യം കിട്ടിയിരുന്നില്ലേ, അതിനുശേഷം പിന്നീട് എന്തായിരുന്നു സംഭവിച്ചത്, ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുകയാണ്. അന്ന് ജാമ്യം കിട്ടിയിട്ടും വീണ്ടും ആ ഒരു കേസ് മറ്റൊരു ഹിയറിംഗിന് വിളിച്ചപ്പോൾ സിക്കന്ദറിന് കുറെ നാളായിട്ട് ജോലിയില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് സിക്കന്ദർ വിളിച്ചുകൊണ്ടുപോയിട്ട് എൻ്റെ ഒരു അമ്മാവൻ ഗോവയിലെ ഒരു ഗ്ലാസ് ഫാക്ടറി നടത്തുന്നുണ്ട്, അപ്പോൾ അവിടെ ഒരു ജോലിയുണ്ട്, എന്നോട് പോകാൻ കുറെ നാളെ എങ്ങനെ പറയുന്നു, പക്ഷെ എനിക്ക് താല്പര്യമില്ല, നിനക്കിത് നല്ലൊരു അവസരം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് സമാധാനം കിട്ടില്ല, അപ്പൊ നീ പോയിക്കോ. സിക്കന്ദർ ഗ്ലാസ് ഫാക്ടറിയെ കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല, നിനക്ക് കുറച്ച് കണക്കൊക്കെ അറിയില്ലേ, അത് മതിയാവും, അവർക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാളെ വേണമെന്നേ ഉള്ളൂ. എന്നാൽ ഈ കേസിനെ കുറിച്ച് അവരെങ്ങനെ അറിഞ്ഞാലോ, ഓൾറെഡി ഞാൻ ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് പോയിക്കോ. അങ്ങനെ സിക്കന്ദറിനോട് ജോലിയൊക്കെ റെഡിയാണ്, 15,000 ശമ്പളം, പിന്നെ ജോലി കഴിഞ്ഞ് ബാക്കി സമയത്ത് നിന്റെ കമ്പ്യൂട്ടർ വർക്കുകൾ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ സിക്കന്ദർ തന്റെ ഫാമിലിയെ കൂട്ടിയിട്ട് ഗോവയിലേക്ക് പോവാണ്. അങ്ങനെ അവര് പുതിയ വീട്ടില് അവിടെ സമാധാനത്തോടെ സ്റ്റേ ചെയ്യാണ്. അങ്ങനെ ഗ്ലാസ് ഫാക്ടറിയിലെ ജോലിയും കുട്ടിയുടെ പഠിത്തമൊക്കെ ആയിട്ട് വീണ്ടും ജീവിതം തിരിച്ചു പിടിച്ചു എന്ന് കരുതിയപ്പോഴാണ് നമ്മുടെ മങ്കേഷിലെ നാട്ടിൽ നിന്ന് വിളിക്കുന്നത്. അതായത് സിക്കന്ദറും കാമിലയും നാടുവിട്ട് അബ്സ്കോണ്ടായി രക്ഷപ്പെട്ടതാണെന്ന് എതിർഭാഗം വക്കീൽ വാദിച്ചിട്ടുണ്ട്. എന്ന് അവരെവിടെയും പോയിട്ടില്ലാന്ന്, ഇനി തിരിച്ചു പോയിട്ട് കോടതിയെ ബോധിപ്പിച്ചാൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. എന്നാലേ സിക്കന്ദർ ഞങ്ങളിങ്ങോട്ട് രക്ഷപ്പെട്ടതല്ല, ജോലിക്ക് വന്നതാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പുതുതായിട്ട് വന്നിട്ടുള്ള ജഡ്ജി കുറച്ച് സ്ട്രിക്റ്റാ. അപ്പൊ സിക്കന്ദർ അല്ല നമ്മുടെ വക്കീലൊന്നും പറഞ്ഞില്ലേ, അങ്ങേർക്ക് നിങ്ങൾ ഫീസ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടേ അയാൾ മറ്റൊരു ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ സിക്കന്ദർ കമലയോട് കാര്യം പറയുന്നുണ്ട്. എത്ര നാള് ഇനിയും ഈ കേസിന്റെ പിന്നാലെ നമ്മൾ അലയേണ്ടി വരും, ഞാനും മുമ്പിലേക്ക് വരണോ, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ എന്തായാലും പോയിട്ട് വരാം. അങ്ങനെ കോടതിയിലെത്തിയപ്പോ ജഡ്ജ് നല്ല സ്ട്രിക്റ്റ് അല്ലേ, ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലാ എവിഡൻസും ചെക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് വ്യക്തമായിട്ടുള്ള തെളിവൊന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ 3 പേരും കുറ്റം ചെയ്തിട്ടില്ലാന്ന് പല ഹിയറിംഗിലും തെളിഞ്ഞതാണ്. അപ്പോൾ ഇവരെ നിരുപാധികം ഞാൻ വിട്ടയക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് 3 പേർക്കും ഒരു പ്രശ്നമില്ല, വീണ്ടും ഒരിക്കലും കോടതിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതായത് ജഡ്ജ് കുറ്റവാളികളോട് മാത്രമല്ല പോലീസിനോടും നല്ല സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് സിക്കന്ദർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ 3 മാസമായിട്ട് പൈസ കിട്ടിയിട്ടില്ല, കുറച്ച് പൈസ കിട്ടിയാ വലിയ ഹെൽപ്പ് ആവുമായിരുന്നു. അങ്ങനെ ലോക്കായ തന്റെ വീടിന്റെ വാതിൽ തട്ടുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവള് ഓപ്പൺ ചെയ്യാണ്. അല്ല കുറെ നാളായിട്ട് നീ ചോദിക്കുന്നില്ലേ എപ്പോഴാ ഈ കേസിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാന്ന്, ഇനി നമ്മൾ അതിന്റെ പിന്നാലെ പോണ്ട, എല്ലാ കേസും ജഡ്ജ് തീർപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് കമല് വല്ലാതെ ചുമക്കുന്നത്. എന്താ നിനക്ക് പറ്റിയ, ചെറുതായിട്ട് ടയർഡ് ഉണ്ട്, അത്രേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് കോഫി എടുക്കാം. അങ്ങനെ അവൾ പോകാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് മയങ്ങി വീഴാണ്. എന്താ പറ്റിയെന്നറിയാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ എന്താ ഇത്ര ലേറ്റ് ആയ, ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, എന്താ അവൾക്ക് കുഴപ്പം, അവളുടെ തലയിലൊരു നീർക്കെട്ടുണ്ട്, ഉടനെ തന്നെ സർജറി ചെയ്തേ മതിയാവും. അപ്പൊ സിക്കന്ദർ സാറേ അതിന് പൈസേന്റെ കാര്യമില്ല, ഒരു കാര്യം ചെയ്യോ, അവളിപ്പോൾ അഡ്മിറ്റ് ചെയ്യും, ഞാൻ നാളെ പൈസ എങ്കിലും എത്തിക്കാം. അങ്ങനെ ഡോക്ടർ സമ്മതിക്കുകയാണ്. അപ്പൊ കമലയാണെങ്കിൽ നമ്മുടെ 2 മക്കൾക്കും ഇങ്ങോട്ട് വന്ന കാര്യം അറിയില്ലല്ലോ, അടുത്ത വീട്ടിലേക്ക് TV കാണാൻ പോയതല്ലേ, അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, നിന്നെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ അവരുടെ പോയിക്കോളാം. അങ്ങനെ കമലയെ ഒരു നഴ്സിനെ ഏൽപ്പിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ 2 മക്കളും ഇല്ലേ വീടിന്റെ പുറത്തിരിക്കുകയാണ്. അപ്പൊ എന്താ പറ്റിയ, ആ ഒരു അമ്മാവനാണ് നിങ്ങൾ 2 പേരും കള്ളന്മാരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ. അപ്പോൾ സിക്കന്ദറിനെ വല്ലാതെ ദേഷ്യം വന്നിട്ട് നേരെ അങ്ങനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്റെ കുഞ്ഞിനെ പുറത്താക്കി, 2 പേരും കള്ളന്മാരായിട്ട് എന്റെ അടുത്ത് ഡ്രാമ ഇറക്കുക, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത് തെളിയിച്ചിട്ടോ, അതൊക്കെ കോടതിയിൽ തെളിഞ്ഞതാ, ഞങ്ങൾ വെറുതെ വിട്ടതാ, തൽക്കാലം ഒന്ന് പോയി തരുമോ, എനിക്ക് കുറച്ചേരം ഉറങ്ങണമായിരുന്നു. അപ്പൊ സിക്കന്ദർ ഇതുവരെ ഞാൻ ജോലി ചെയ്ത ആ ഒരു പൈസ കൊണ്ടാ. അങ്ങനെ അങ്ങയുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് 2 മക്കളെയും മറ്റെവിടെയെങ്കിലും സ്റ്റേ ചെയ്യിപ്പിക്കണമല്ലോ, അങ്ങനെ ഒരു ആശ്രമത്തിൽ കൊണ്ടുപോയി ആക്കാണ്. അങ്ങനെ ആകെ ഇപ്പോൾ സിക്കന്ദറിന്റെ കയ്യിലുള്ളത് 1 മാസത്തെ ശമ്പളം മാത്രമല്ലേ, ആ പൈസ വെച്ചാണ് തന്റെ ഭാര്യയുടെ ചികിത്സയും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും നീക്കാൻ. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്നാൽ അതിനിടയിലാണ് മുഖംമൂടിയിട്ടുണ്ടായിരുന്ന 3 ആളുകൾ വന്നിട്ട് സിക്കന്ദറിനെ വല്ലാതെ ഉപദ്രവിക്കുന്നത്. അതായത് സിക്കന്ദറിന്റെ കയ്യിലുള്ള ആ ഒരു പൈസ അടിച്ചു മാറ്റാനാണ്. എന്നാൽ അവരെത്ര ഉപദ്രവിച്ചിട്ടും കയ്യിൽ പൈസ ഇല്ലാന്ന് സിക്കന്ദർ അലറി പറയുന്നുണ്ട്. എന്നാൽ അവർ ആ പൈസയും പറിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇപ്പോൾ കയ്യിലാണെങ്കിൽ ഒരു നാണ പോലും ഇല്ലാതെ നെഞ്ച് തകർന്നിട്ട് തെരുവിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ, ജീവിതം കയ്യിൽ നിന്ന് പോയില്ലേ, ജീവിതം തന്നെ അവസാനിപ്പിക്കാനായിട്ട് അവിടെയുള്ള ഒരു ബ്രിഡ്ജിന്റെ അരികിലേക്ക് സിക്കന്ദർ പോയി നിൽക്കുകയാണ്. പെട്ടെന്ന് ചാടാൻ നോക്കുമ്പോഴാണ് അതിലൊരു കാർ ഹോണടിച്ച് പോകുന്നത്. അപ്പോൾ സിക്കന്ദറിന് പേടിയാവാണ്. ജീവിതം ഇല്ലാതാക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വരികയാണ്. പിന്നീട് പ്രസന്റിലെ സിക്കന്ദർ ACPയോട് പിന്നീട് എന്താ സംഭവിച്ചെന്നറിയോ സാറേ, എന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ പേടിയും ഇല്ലാതെയായി, പ്രത്യേകിച്ച് നിങ്ങളോട്. കാരണം എന്റെ ജീവിതം തകർത്തത് അത് നിങ്ങളല്ലേ അമ്മാവനെ വിളിച്ചിട്ട് ഞാനും കമലയും കള്ളന്മാരാണെന്ന് ഇൻഫോം ചെയ്തത്. അപ്പോഴാണ് ACP ഓർക്കുന്നത് തന്റെ മാനം കളഞ്ഞ ആ ഒരു സിക്കന്ദർ എവിടെയാന്ന് അന്വേഷിച്ചപ്പോൾ ഗോവലുണ്ടെന്ന് ഉറപ്പായി. അപ്പോൾ അങ്ങേരാണ് സിക്കന്ദറും കമലയും അബ്സ്കോണ്ടായെന്ന് കേസ് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ACP നീ തകർന്ന് താഴെ വീണതല്ലേ, പിന്നെ എങ്ങനെയാടാ നീ രക്ഷപ്പെട്ടെ, അത് ദൈവം എനിക്ക് മറ്റൊരു അവസരം കൂടി തന്നു. അങ്ങനെ തന്റെ ഫ്രണ്ട് മനീഷിനെ വിളിച്ചപ്പോൾ നീ എവിടെയാടാ, ആ ജോലിയും പോയടാ, ഇവിടെ നിൽക്കാൻ പറ്റും തോന്നില്ല, അവസാനമായിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. അപ്പോൾ മഹേഷ് നിനക്ക് അബുദാബി പോകാൻ പറ്റുമോ. അങ്ങനെ 3 മാസത്തിന് ശേഷം അവന്റെ സഹായത്തോടാണ് ഞാൻ അബുദാബിയിലെത്തിയത്. അതുപോലെ അവിടെ അവൻ എനിക്കൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലെ ജോലി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കണമെന്നുള്ള വാശിന്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ പതിയെ ഉയർന്നു വരികയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ACP ചോദിക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ എന്തോ ഒരു കാര്യം നീ മറന്നല്ലോ,
തപസ്സത്തിനെ കുറിച്ച് എന്താ നീ പറയാതെ? അവളെ എങ്ങനെ എനിക്ക് മനസ്സിലായെന്നല്ലേ എൻ ഇൻഫോമറില്ലേ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ അവളുടെ കൂടെ അബുദാബിയിൽ ചുറ്റാറുണ്ടെന്ന്. നിങ്ങളിൽ നിന്ന് ഇത്രയ്ക്ക് മോശമായിട്ടുള്ള സ്വഭാവേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ സാറേ. അത് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലെ പ്രോജക്റ്റ് മാനേജറായിട്ട് ഞാൻ ജോയിൻ ചെയ്തിരുന്നു. അവിടെ വെച്ചിട്ടാണ് തപസ്സം എന്ന ആ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. കാഷ്വലായിട്ട് ആദ്യം മീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ രണ്ടുപേരും ഇന്ത്യയിലായതുകൊണ്ട് അതിന് പുറമെ മുംബൈയിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോണ്ടേ. അവൾ എൻ്റെ ഒരു ജൂനിയർ ആയിരുന്നു. അങ്ങനെയാണ് അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നിച്ച് മൂവിക്ക് പോയാലും ചോദിച്ചത്. അതിന് നിന്റെ ബോയ് ഫ്രണ്ടിനെ കൂട്ടിയാ പോരെ? അവൻ എന്നെ ബാംഗ്ലൂരല്ലേ, അവനെ കാത്തുനിന്നാല് മൂവി കാണലുണ്ടാവില്ല. അങ്ങനെ ഫ്രീ ഉള്ള എല്ലാ ഫ്രൈഡേയും അവർ മൂവിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഏതോ ഒരു അജ്ഞാത വന്നിട്ട്, തപസ്സം നീ മുംബൈയിൽ നിന്ന് ഇവിടെ എത്തിയോ? നിന്റെ ഡാൻസ് കാണാൻ അവിടെ ബാറിൽ എന്നും ഞാൻ പോകാറുണ്ടായിരുന്നു. നീ ഒരു വാക്ക് പറഞ്ഞില്ല. അത് കേട്ടപ്പോൾ ജസ്വീന്ദറിന് സംശയം തോന്നിട്ട് ആ ACP പറഞ്ഞിട്ട് നീ എന്നെ ഫോളോ ചെയ്യായിരുന്നല്ലേ. അങ്ങനെ ദേഷ്യത്തില് അവിടെ നിന്ന് പോകുമ്പോൾ അവൾ വന്നിട്ട്, നിങ്ങൾ പറയുന്ന ആരും എനിക്ക് അറിയില്ല. കുറച്ച് നാള് ഞാൻ ബാർ ഡാൻസറായിട്ട് ജോലി ചെയ്ത കാര്യം സത്യം തന്നെയാണ്. എന്നാൽ അങ്ങനെ ഒരു ജോലിയിൽ നിന്ന് നല്ലൊരു ജോലിയിലെത്താൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്റെ പാസ്റ്റ് എന്നെ വല്ലാതെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ജസ്വന്തരനെയോ ആരും എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവളോട് നിന്ന് പോയതാണ്. പ്രസന്റിലെ ജസ്വന്തർ സാറേ, നിങ്ങളുടെ ബുദ്ധിയെ കുറിച്ച് ഇനിയൊന്നും പറയണ്ടല്ലോ. ഒരു സ്ഥലത്തും എനിക്ക് സമാധാനം തരാതെ ഓരോരുത്തരും നിങ്ങൾ അയക്കായിരുന്നല്ലേ. അതൊക്കെ അവിടെ കേട്ടെ. പിന്നീട് നീ തപസ്സത്തിനെ കണ്ടിരുന്നോ? ഞാൻ മുംബൈയിലേക്ക് ഇന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുൻപ് അവസാനമായിട്ട് അവളെ മീറ്റ് ചെയ്തിരുന്നു. നിന്റെ ലൈഫിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാസ്റ്റിലെ അതുപോലെ തന്നെ എന്റെ പാസ്റ്റാണ് ACP ജസ്വന്തർ. എന്റെ ഭാഗത്തൊരു തെറ്റില്ല എന്നവർക്ക് മനസ്സിലായിട്ട് അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അവളോട് സോറിയും ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചേ. അപ്പോൾ ACP, നിനക്ക് ഇവിടെ ഒരു കാമിലി അവിടെ ഒരു തപസ്സം കൊള്ളാട്ടാ. നിങ്ങളെ പോലെ വിദ്വേഷം വെച്ചിട്ട് പിന്നാലെ അലയുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ACP പറയുന്നുണ്ട്, ശരിയാ സിക്കന്ദറെ, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എനിക്ക് നിന്റെ മേലെ സംശയം തോന്നി. ലൈഫിലെ തോറ്റു കൊടുക്കാനേ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. അതാ ഞാൻ നിന്നെ പിന്നാലെ ഇറങ്ങി. എന്നോട് ക്ഷമിച്ചേക്ക്. നീ ഒന്നും കണ്ടിട്ടില്ല. എല്ലാം എന്റെ തോന്നൽ മാത്രമായിരുന്നു. അന്ന് എക്സിബിഷൻ ഹാളിൽ നിന്ന് നീ ഒരാളെയും തട്ടിയിട്ട് വേഗത്തിൽ പോയിരുന്നില്ലേ സാറേ? അതെന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് അവരെ കാണാൻ പോയതല്ലേ സാറേ. ഇനി ഒരിക്കലും നിങ്ങൾ എനിക്ക് നേരിട്ട് കാണരുതെന്ന് ആഗ്രഹം. അപ്പം ഞാൻ പോവാണ്. അപ്പോൾ ACP പോകുന്നതിന് മുൻപ് ഒരു മിനിറ്റ്, ഞാൻ മാപ്പ് പറഞ്ഞു തീർന്നില്ല സാറേ. ഞാൻ മാപ്പ് കേട്ടതാ. അങ്ങനെ സിക്കന്ദർ അവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ സസ്പെക്ട് നമ്പർ 3 അവിടെ നിൽക്ക്. അവസാനമായിട്ട് എനിക്ക് പറയാനും കൂടി കേട്ടിട്ട് പോ. അതായത് എന്റെ കണക്കൂട്ടിൽ മുഴുവൻ തെറ്റായിരുന്നില്ല. നിങ്ങൾക്ക് ജാമ്യം കിട്ടിയില്ലേ? അതിനുശേഷം നിങ്ങളെ 3 പേരെയും വാച്ച് ചെയ്യാൻ ഓരോരുത്തരും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമലയെ ഫോളോ ചെയ്തപ്പോഴാണ് അവളൊരു ജ്വല്ലറിയിൽ പോയിട്ട് ഒരു ഡയമണ്ട് കൊടുത്തിട്ട് അതിന്റെ വില ചോദിക്കുന്നത്. 1 ലക്ഷമോ 1.5 ലക്ഷം കിട്ടും. അങ്ങനെ പൈസ എടുക്കുന്ന ഉള്ളിലേക്ക് പോയപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ACP അവിടെ എത്തിയിട്ടുണ്ട്. അവളോട് എവിടെ നിന്ന് നിനക്ക് ഡയമണ്ട് കിട്ടിയേ? അപ്പോഴാണ് അവൾ പറഞ്ഞത്, അന്ന് എക്സിബിഷന്റെ ഇടയിൽ ഒരു ചെറിയ ഡയമണ്ട് ഞാൻ എന്റെ നഖത്തിനിടയിൽ കൊണ്ടുവന്നതായിരുന്നു. എന്നാൽ അത് നമ്മൾ തേടുന്ന ആ ഒരു റെഡ് ഡയമണ്ട് അല്ല, ഡിസ്പ്ലേയിൽ ഒരു ചെറിയ കഷ്ണമായിരുന്നു. അപ്പോൾ ബാക്കി റെഡ് ഡയമണ്ട്സ് അവിടെ. അപ്പോൾ അവളാണെങ്കിൽ സാറേ ആകെ ഇത് മാത്രമേ ഉള്ളൂ. കമലി, നിന്നെ എനിക്ക് വിശ്വാസമില്ല. നീ ജയിലിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി ചെയ്യുന്നു. എനിക്ക് മുഴുവൻ സംശയം ആ സിക്കന്ദറിന്റെ മേലെയാണ്. അപ്പോൾ അവനൊന്ന് വാച്ച് ചെയ്യണം. അങ്ങനെ ഞാനാടാ അവളെ നിന്റെ ജീവിതത്തിലേക്ക് അയച്ചേ. നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൽ കൂടുതലായിട്ട് 1 രൂപ നീ അധികം ചെലവാക്കിയാലും അതൊക്കെ എന്നോട് ഇൻഫോം ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയെങ്ങാനും നിങ്ങൾ ഒന്നിച്ചിട്ട് എനിക്ക് പണി തരാൻ പ്ലാൻ ചെയ്താലേ പിന്നെ അവളെ ജയിലിലാക്കൊന്ന് ഭയപ്പെടുത്തിയപ്പോൾ അവളെല്ലാം സമ്മതിച്ചു. അതിനുശേഷം നിന്റെ ലൈഫിൽ ഓരോരോ സ്ട്രഗിളായിട്ട് ഞാനാണ് പടച്ചുവിട്ടത്. അതായത് പൈസ ഇല്ലാതെ ജീവിതത്തിൽ വല്ലാതെ നീ ബുദ്ധിമുട്ടുമ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ നീ ആ ഡയമണ്ട് പുറത്തെടുക്കുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വൈരം നിന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ നീ ഇത് പുറത്തെടുക്കൂ. നിന്നെ നോട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ കാമലി അയച്ചപ്പോൾ അവൾ എനിക്ക് ഇൻഫർമേഷൻ തരുന്ന കരുതി. കുറച്ചുനാൾ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഇൻഫർമേഷൻ ഇല്ലാതെയായി. എന്നാലും നിന്നെ സഹായിക്കാനേ അവൾക്കൊരു സ്ഥലത്തും ജോലി കിട്ടാതിരിക്കാനേ ഞാനും നല്ലോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അവൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നും നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചതായിട്ട് ഞാൻ അറിയുന്നത്. ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും അബ്സ്കോണ്ടായെന്ന് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തത്. എന്നാൽ അവിടെയും എന്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. നിങ്ങളെ കോടതി വെറുതെ വിട്ടില്ലേ. എനിക്കത് തീരെ സഹിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് നിന്റെ അമ്മാവൻ ഇറക്കി വിട്ടില്ലേ. അതുപോലെ റോട്ടിൽ നിന്ന് ഒരു 3 ആളുകൾ നിന്റെ കയ്യിൽ പൈസ എടുത്തിട്ട് പോയില്ലേ. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ സിക്കന്ദർ, എന്റെ ജീവിതത്തിൽ സമാധാനം എന്തെന്നറിയാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ലല്ലോ. ജീവിക്കാൻ മാത്രമല്ല നിന്നെ മരിക്കാനും ഞാൻ അനുവദിച്ചിട്ടില്ല. അന്ന് ജീവൻ ഇല്ലാതാക്കാനേ നീ ആ പാലത്തിൽ കയറിയില്ലേ. അപ്പോൾ ഒരു കാർ ഹോൺ അടിച്ച് പോയില്ലേ. ആ കാറും ഞാനായിരുന്നു ഡ്രൈവ് ചെയ്ത്. എന്റെ സംശയം എനിക്ക് തെളിയിക്കണമായിരുന്നു. എന്നാൽ ഇതുവരെ സിക്കന്ദർ കരുതിയിരുന്നത് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ വിധിയായിരുന്നെന്നാണ്. എന്നാൽ അതിന് പിന്നിൽ ACP എന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല. ACP അവസാനമായിട്ട് സോറി ചോദിച്ചപ്പോൾ സിക്കന്ദർ അങ്ങയുടെ മുഖത്തടിക്കുകയാണ്. എന്നിട്ട് കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ തിരിച്ചു പോകുമ്പോൾ സിക്കന്ദറിന് സഹിക്കാൻ പറ്റാത്തത് ജീവിതത്തിൽ താൻ അനുഭവിച്ച വിഷമങ്ങൾ മാത്രമല്ല, ഇതുവരെ കാമിനെ താൻ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അവളും തന്നെ ചതിക്കരുന്ന് അറിഞ്ഞപ്പോൾ അത് മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കാമിനി എത്ര നേരെ കാത്തിരിക്കുന്നു. അങ്ങനെ ഹാപ്പിയായിട്ട് സിക്കന്ദറിനെ ഹഗ് ചെയ്യുമ്പോൾ വീടൊക്കെ നീ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നില്ലാതെ. എന്നാൽ അവിടെയുള്ള ഫോട്ടോ കാണുമ്പോൾ സിക്കന്ദറിന്റെ ഉള്ളു വല്ലാതെ പെടയുന്നുണ്ട്. അപ്പോൾ കാമിനിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നീ ചോദിച്ചില്ലേ ഞാൻ എവിടെയാ പോയതെന്ന്? ACP ജശ്വന്ത് സാറാണ് എന്നെ വിളിപ്പിച്ചത്. അല്ല, എന്തിനാ അദ്ദേഹം വിളിപ്പിച്ചത്? എന്നോട് സോറി ചോദിക്കാൻ. ഞാനൊരു കള്ളനല്ലാന്ന് എന്റെ മുഖത്തോക്കി പറയാൻ. അപ്പോഴാണ് അങ്ങേര് നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്തിനായിരുന്നു എന്നോടത് ചെയ്തേ? ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. എന്റെ സിറ്റുവേഷൻ അതായിരുന്നു. കുറച്ച് നാളിന് ശേഷം പിന്നെ അങ്ങേരെ ഞാൻ വിളിച്ചിട്ടില്ല. എന്നാലും നീ എന്നോട് ആ സത്യം പറഞ്ഞില്ലല്ലോ. എന്നെ പറ്റിക്കായിരുന്നില്ലേ? ഇനിയും എനിക്ക് കഴിയില്ല. എന്നാലും പല സമയത്തും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു വലിയ സപ്പോർട്ടായിട്ട്. അതുകൊണ്ട്
ഈ വീട് അത് ഞാൻ നിന്റെ പേരിൽ എഴുതി വെക്കുകയാണ്. അതുപോലെ ഓരോ മാസവും നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ അയക്കാം. എനിക്കൊന്നും വേണ്ട. ഇനി നിനക്ക് ഡിവേഴ്സ് ആണ് വേണ്ടെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്. അങ്ങനെ സിക്കന്ദർ പോകാനൊരുങ്ങുമ്പോൾ കാമിനി എന്നെ വിട്ടു പോലെ. ഇത്രയും നാളും നമ്മൾ പിരിഞ്ഞിലുണ്ടായിരുന്നേ. ഞാൻ വിദേശത്തും നീ ഇവിടെയും. ഇനി അങ്ങനെ മതി കാമിനി. എനിക്കൊരു അവസരം തന്നൂടെ? ഇത്രയും വർഷം ഞാൻ എല്ലാവർക്കും അവസരമല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇനിയും എനിക്ക് പറ്റില്ല. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോവാണ്. കാമിനിയുടെ സാഹചര്യം കൊണ്ട് ACPക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നിട്ട് അവസാനം അവൾ വീണ്ടും ജീവിതത്തില് ഒറ്റക്കായി പോവാണ്. അങ്ങനെ സിക്കന്ദറിലെ കുറെ ദൂരെയുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഒരു മുത്തച്ഛൻ്റെ അടുത്ത് ലിഫ്റ്റൊക്കെ ചോദിച്ചിട്ട് ആര്യ കാണുമെന്ന് വെച്ചാൽ ഒരിക്കൽ സിക്കന്ദറെ പ്രണയിച്ചിരുന്ന ഒരു നഴ്സ് പ്രിയയിലെ അവളെയാണ്. പ്രിയ സാവത്ത് എത്ര നാളെ കണ്ടിട്ട് വരുന്നതിന് മുൻപ് നിനക്കൊന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിക്കന്ദർ ചോദിക്കുന്നുണ്ട് അതെവിടെയുള്ള അവ പ്രിയല്ലേ? അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതായത് പ്രിയ നടത്തുന്നത് ഒരു ഗാർഡനാണ്. അപ്പോൾ അതിനുള്ളിലായിട്ട് ഒരു ചെറിയ ബൊട്ടീക്ക് ഉണ്ട്. അതെടുക്കാൻ പോകുമ്പോൾ സിക്കന്ദറിനെ എന്തോ ഫീൽ ആയിട്ട് അവിടുന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പ്രിയ എങ്ങോട്ടാ? ഞാനിവിടുന്ന് പോണോ? അങ്ങനെ അവളവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ സിക്കന്ദർ വല്ലാതെ കണ്ണു നിറഞ്ഞിട്ട് അതെന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് വേറെ ലെവൽ ട്വിസ്റ്റുള്ള ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് ആ ഒരു ഡയമണ്ട് കയ്യിലാക്കിയത് വേറെ ആരുമല്ല, നമ്മുടെ സിക്കന്ദർ തന്നെയാണ്. അതിപ്പോ ആ ഒരു പോർട്ടിലാണുള്ളത്. അതെടുത്ത് വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് എത്ര സ്ട്രഗിൾ അനുഭവിച്ചിട്ടും ഒരു പിടിയും കൊടുക്കാതെ അത് പ്രിയയുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നു. കാരണം ഓൾറെഡി തന്റെ ഭാര്യ കമലിയുടെ മേലെ ജസ്വന്തറിന് ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവളുമായിട്ട് പിരിഞ്ഞില്ലേ. അങ്ങനെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുമ്പോൾ പ്രിയയോട് നിന്റെ ഷെയർ വൈകാതെ നിന്റെ കയ്യിലെത്തും. അങ്ങനെ വളരെ സന്തോഷത്തോടെ പല വണ്ടിയും പിടിച്ച് തിരിച്ചു വന്നൊരു ബസ്സിൽ കയറിയിട്ട് ആ ഒരു ചെടി നോക്കി നിൽക്കുമ്പോൾ പിന്നിലെ ആരോ കെണ്ണു വെക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ആയിട്ടുള്ള ACP തന്നെയാണ്. ഇത്രയും കാലം പിന്നാലെ വന്നിട്ട് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? നമുക്കൊരു ചായ പിടിക്കാം. അങ്ങനെ പോകുന്ന വഴിയിൽ നിർത്തിയിട്ട് കയ്യിലെ വിലങ്ങോട്ടിട്ട് ആ ഒരു ഡയമണ്ട്സ് ഉള്ള പ്ലാന്റ് അടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാക്കറ്റിലായിട്ട് അവർ 5 ഡയമണ്ടും കാണുന്നത്. അങ്ങനെ ആർക്കോ ACP ഫോണിയാണ്. പോലീസുകാർക്കെന്ന് കരുതുമ്പോൾ തന്റെ ഭാര്യക്കാണ്. ഞാൻ പറഞ്ഞില്ലേ സസ്പെക്ട് നമ്പർ 3 സിക്കന്ദർ, അവൻ തന്നെയാണ് ആ ഡയമണ്ട് കട്ടത്. അവനെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. 15 വർഷം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെയല്ലേ, എനിക്ക് നിങ്ങളുടെ മേലെ നല്ല വിശ്വാസമുണ്ട്. ലോകത്തിന് മുൻപിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിന്റെ പിന്നാലെ നിങ്ങൾ പോയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലില്ലാതെ ഇപ്പം നമ്മൾ രണ്ടുപേരും 2 ഭാഗത്തല്ലേ. എന്തായാലും നിങ്ങളുടെ ഊഹം ശരിയായല്ലോ, ജയിച്ചല്ലോ, അത് കേട്ടാൽ മതി. അങ്ങനെയുള്ള ഫോൺ കട്ടിയാണ്. അപ്പോൾ സിക്കന്ദർ സാറേ നിങ്ങൾ ഭയങ്കര ബുദ്ധിശാലിയാട്ടാ. ഞാൻ എത്രത്തോളം ബുദ്ധിശാലിയാന്ന് നീ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സിക്കന്ദർ അല്ല സാറേ നിങ്ങൾക്ക് ഡയമണ്ട് എവിടെയാണ് ഉണ്ടാവുക? ഞാൻ ഇങ്ങോട്ട് വരുന്ന എങ്ങനെ മനസ്സിലായേ? എങ്ങനെയാണ് ലോക്ക് ചെയ്യാൻ പറ്റിയേ? എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഡൈവോഴ്സും വാങ്ങിയിട്ട് പോയില്ലേ? അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിൽ തോന്നിയത്. അതായത് നിന്റെ മുൻപിൽ ഞാനെൻ്റെ തോൽവി സമ്മതിക്കാത്തിടത്തോളം കാലം നീ ഒരിക്കലും ആ ഡയമണ്ട് പുറത്തെടുക്കില്ല. കാരണം ഞാൻ നിന്നെ ചലഞ്ച് ചെയ്ത പോലെ നീയും ആ വാശി മനസ്സിൽ കൊണ്ടു നടക്കരുന്നില്ലേ. അതുകൊണ്ട് ഞാൻ തോറ്റതായിട്ട് നിന്റെ മുമ്പിൽ ഒന്ന് ഡ്രാമ ഇറക്കി. പക്ഷേ എനിക്കിത് മനസ്സിലാക്കാനേ കഴിഞ്ഞ 15 വർഷം വേണ്ടി വന്നു. അപ്പോൾ സിക്കന്ദർ സാറ് സൂപ്പറാട്ടാ. എൻ്റെ ഈ കയ്യിൽ കെട്ടഴിച്ചാലേ ഞാൻ ഒന്ന് കൈ തട്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും നാളും എന്നെ വെള്ളം കുടിപ്പിച്ചില്ലേ. നീ ശരിക്കും ഒരു സിക്കന്ദർ തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ സിക്കന്ദറെ, എങ്ങനെയാ നീ കയ്യിലാക്കിയ? അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെ? ആ ഒരു എക്സിബിഷൻ അനൗൺസ് ചെയ്തില്ലേ, അതിനുശേഷം അവിടെയുള്ള ഓരോ പീസിയും റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ കൂട്ടത്തിൽ തുക്കാറാം എന്ന ഒരാൾ, അങ്ങേർക്ക് പരിചയമുള്ള ഒരാൾക്ക് കമ്പ്യൂട്ടറിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത്. 5000 രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ചെറിയൊരു പ്രശ്നമായിരുന്നു. പ്രിന്ററിൽ ഒരു പേപ്പർ കുടുങ്ങിയത്. എന്നാൽ 5000 രൂപ കയ്യിലാക്കണ്ടേ? അയാളെ കണ്ടപ്പോൾ തന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു ചുക്ക് വരലെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അവരവിടെ നിന്ന് മാറ്റണമല്ലോ. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ വെള്ളം എടുക്കാൻ പോയതാണ്. അപ്പോഴാണ് ആ കമ്പ്യൂട്ടറിൽ ചില ഫേക്ക് പാസ് ഞാൻ കാണുന്നത്. അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായിരുന്നു. അങ്ങനെ പൈസ വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അന്ന് ഞാൻ കമ്പ്യൂട്ടർ റെഡിയാക്കാൻ കൊടുത്തില്ലേ, അതേ വീട്ടിൽ ഞാൻ കണ്ട ബേക്കില്ലേ അവിടുത്തെ സെക്യൂരിറ്റി തുക്കാറാം അവൻ കൊണ്ടുവന്നത് കാണുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. അതായത് എക്സിബിഷൻ കൊള്ളയടിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ആ ടീമിൽ തുക്കാറാം ഉണ്ട്. അപ്പോൾ എൻ്റെ മുമ്പിൽ 2 വഴി ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒന്ന് അവരുടെ പ്ലാനിനെ സ്പോയില് ചെയ്യുക, ആ ഗ്യാപ്പിൽ വൈരം കൊണ്ട് മെല്ലെ സ്കൂട്ടാവുക. അപ്പോൾ ACP നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നീ ലെറ്റർ കൊടുത്തുവിട്ടാ രാജിനെ എങ്ങനെ പരിചയപ്പെടുന്നത്? പലപ്പോഴും അവൻ്റെ മകളെ ഒരു ഓട്ടോയിൽ സ്കൂളിലേക്ക് വിടുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ സാധാരണ അവൻ്റെ കുഞ്ഞിനെ അവൻ ഓട്ടോയിൽ കയറ്റി വിട്ടപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നേരത്തെ ഒരു പേപ്പർ വെച്ചിട്ട് വെറുതെ അവനൊന്ന് ഭീഷണിപ്പെടുത്തിയതാ. അതിൽ അവൻ വീഴും ചെയ്തു. അങ്ങനെ റോബറി നടക്കുന്നുണ്ട്. ഇൻഫോം കിട്ടി. പോലീസ് പാനിക്കായിട്ട് അലാറം അടിച്ചില്ലേ. ആ സമയത്ത് എല്ലാവരും ഭയന്ന് പോയ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ആ ഒരു ഡയമണ്ട് അവിടെ നിന്ന് തൂക്കി. എനിക്ക് ഓൾറെഡി അറിയായിരുന്നു റെസ്ക്യൂ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടാ മാറ്റാന്ന്. അപ്പോൾ ആ ഒരു റോബേഴ്സിനെ പോലീസ് തീർത്തില്ലേ. അതിനുശേഷം അവരുടെ ബോഡി എടുക്കാൻ കുറച്ച് നഴ്സുമാർ വന്നില്ലേ. അതിൽ പ്രിയ ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കയ്യിലാണ് ആ ഡയമണ്ട് ഞാൻ കൊടുത്തുവിട്ടത്. അപ്പോൾ ACP തുടക്കത്തിലെ എൻ്റെ സംശയം നിന്നെ ഹെൽപ്പ് ചെയ്തത് ഏതോ പോലീസുകാരാണെന്നായിരുന്നു. ഒരിക്കലും ഒരു നഴ്സായിരിക്കുന്നത് ഞാൻ കരുതിയില്ല. അല്ല ആ ഒരു നഴ്സ് എത്രത്തോളം റിസ്ക് എടുത്ത് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു കണക്ഷൻ? അവള് എൻ്റെ ഒരു നെയ്ബർ ആയിരുന്നു. അതുപോലെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. എൻ്റെ ജീവിതം നല്ല സ്ട്രഗിൾ ആയിരുന്നില്ലേ. സുഖമില്ലാത്ത അമ്മയായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാനാണ് അവളെ കൺവിൻസ് ചെയ്തത്. അവൾക്ക് എന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ സമ്മതിച്ചത്. അപ്പോൾ ഹീറോ അല്ല സിക്കന്ദറെ, കാവലി എനിക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് നിനക്ക് നേരത്തെ മനസ്സിലായിട്ടില്ലേ? അതപ്പോൾ മുതലാ? അത് സാറേ ആ ഒരു ബ്രിഡ്ജിൽ ഞാനെല്ലാം തകർന്നു നിന്നപ്പോൾ നിങ്ങൾ ഹോൺ അടിച്ചില്ലേ. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നില്ലേ. അപ്പോൾ ഇതിന്റെ പിന്നിലെ നിങ്ങൾ തന്നെ ആയിരിക്കുന്നത് എനിക്ക് ഉറപ്പായി. അവസാനമായിട്ട് നമ്മുടെ ACP സിക്കന്ദറോട് സോറി ചോദിച്ചപ്പോൾ ACPയുടെ മുഖത്താൻ അടിച്ചിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ACP ആ ഒരു അടി ഡബിൾ ആയിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. നീ ഇതൊക്കെ ചെയ്തിട്ട് എന്താടാ നേടിയ? ഇപ്പോൾ നിന്റെ ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും സാറിനെ പോലെ ഒരു മാസ്റ്റർ പീസുമായിട്ട് ഒന്ന് മത്സരിക്കാൻ പറ്റിയില്ല.
പറ്റിയില്ലേ? അവസാനമായിട്ട് എനിക്ക് ആ വരുന്ന കാണാൻ പറ്റുമോ? എന്നാൽ ACP അത് കാണിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ACP ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. നീ അന്ന് തപസ്സിനെ കണ്ടിട്ട് ഒരു കവർ അവൾക്ക് കൊടുത്തില്ലേ? അതിലെന്തായിരുന്നു? അത് അവൾക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ACP ആഹാ, ഇവിടെ ഞങ്ങളുടെയൊക്കെ ജീവിതം തകർത്തിട്ട് അവളുമായിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാനായിരുന്നു നിന്റെ പദ്ധതിയില്ലേ? അല്ല സാറേ, എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങൾ നേടാനല്ലേ ഈ പോരാടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തെ സാറിന്റെ സ്വപ്നം എന്നെ പിടിക്കണമെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് സെറ്റിൽ ആവണമെന്നോ? ഇനിയിപ്പോൾ ഈ ലോകത്തിന് മുൻപിൽ നമ്മൾ എന്തൊക്കെ തെളിയിക്കാൻ നോക്കിയാലും അവർക്കൊന്നും മനസ്സിലാവില്ല. ഇത് അവസാനത്തെ ചാൻസ് ആണ് നമുക്ക് രണ്ടുപേർക്ക് രക്ഷപ്പെടാൻ. ഞാൻ സാറിന് വേണ്ടിയിട്ട് ഒരു ഡീൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ സാറേ? കാരണം അത് ചില്ലറയല്ല, 60 കോടിയോളം വരും. അപ്പോൾ നമ്മുടെ ACP ഒന്ന് ചിന്തിച്ച് നോക്കുന്നുണ്ട്. ഇനി ലൈഫ് ലോങ് കഷ്ടപ്പെട്ടാലും അത്രയും പൈസ ഉണ്ടാവാനും പോകുന്നില്ല, എന്തൊക്കെ നേടിയാലും തന്റെ ഭാര്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പോകുന്നില്ല. അപ്പോൾ സെറ്റിലായാലെന്താ? ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു കഥ? അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ലൊരു ട്വിസ്റ്റോട് കൂടി അവസാനിപ്പിച്ച അടിപൊളി കഥയായിരുന്നില്ലേ? ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി കഥയായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.